നല്ല സുഖകരമായിട്ടുള്ള ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഒരു സ്വപ്നമാണല്ലേ. കുറച്ചു കാലം മുമ്പ് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് രാത്രി എല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുകയാണ് എന്നുള്ളതാണ്. പലപ്പോഴും രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ശരിയായിട്ട് ഉറക്കം കിട്ടാതെ രാത്രിയിൽ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ ഉണർന്നിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ശരിയായിട്ട് ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജീവിതത്തിൽ നിർബന്ധമായിട്ടും എന്നും പാലിക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഉറക്കത്തിന്റെ സമയമാണ്. എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക, ഒരേ സമയത്ത് ഉണരാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും രാത്രി ഇപ്പോൾ ഒരു ദിവസം 10 മണിക്ക് കിടക്കുന്നു, ഒരു ദിവസം 11 മണിയാവും, വേറെ ദിവസം 12:30 വരെ ഉണർന്നിരിക്കുന്നു. ഈ രീതിക്ക് സ്ലീപ്പിനകത്ത് നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഇല്ല എങ്കിൽ നിങ്ങളുടെ തലച്ചോറിന്റെ ഉറക്കത്തിന്റെ പാറ്റേൺ മാറിപ്പോവുകയും ഉറക്കം കിട്ടാതെ വരുന്നതിന് പ്രധാന കാരണമാകുകയും ചെയ്യും. രണ്ടാമത്തത്, രാത്രിയിൽ ഉറങ്ങുന്നതിന്, പ്രത്യേകിച്ച് വൈകുന്നേരം കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും ചായ, കാപ്പി മുതലായവ ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം സ്റ്റിമുലന്റുകൾ, അതിപ്പോൾ ചായയോ കാപ്പിയോ അത്യാവശ്യം മദ്യമോ ആയിക്കോട്ടെ, ഇത് തലച്ചോറിനെ ആക്റ്റീവ് ആക്കി നിർത്തുകയും ഉറക്കം കിട്ടാതിരിക്കാൻ കാരണമാകുകയും ചെയ്യും. വൈകുന്നേരം ചായയോ കാപ്പിയോ കഴിച്ചാൽ പിന്നെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കോളയും ഇതുപോലെ തന്നെയാണ്. അടുത്തത് ബെഡിന്റെ കാര്യമാണ്. പകല് കിടക്കാനായിട്ട് ബെഡിൽ കയറരുത്. രാത്രിയിൽ വെറുതെ ബെഡിൽ കിടന്ന് വായിക്കുകയോ ബെഡിലിരുന്ന് എഴുതുകയോ ചെയ്യരുത്. ഉറങ്ങാൻ മാത്രം ബെഡിലേക്ക് പോവുക. ഈ ഒരു ശീലം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി തലച്ചോറ് നിങ്ങളെ ബെഡ് കാണുമ്പോൾ തന്നെ ഉറക്കം വരുന്ന ഒരു രീതി നിങ്ങളുടെ ശരീരത്തിന് ഡെവലപ്പായി വരും. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഈ മൊബൈൽ ഫോൺ ഒഴിവാക്കുക. അതേപോലെ തന്നെ രാത്രിയിൽ ഇടയ്ക്ക് ഉണർന്നു പോയി കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൽ ടൈം നോക്കുക, മൊബൈൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിന് കാരണമാകും. ഇത് ഉറക്കമില്ലാത്ത എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.